ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7 വരെയുള്ള വാക്യങ്ങളായിരുന്നു പഠിച്ചു കഴിഞ്ഞത്. 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് എഫേസ്യ 4-ാം അധ്യായം വാക്ക് ഇൻ യൂണിറ്റി, നമ്മളതെല്ലാം പഠിച്ചു. അത് ഐക്യതയിൽ നടക്കുക. 1 മുതൽ 3 വരെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ആ ഐക്യതയിൽ നടക്കുന്നതിന് വേണ്ടി ദൈവം ഓരോരുത്തർക്കും കൃപകളെ കൊടുത്തിരിക്കുന്നു. ചില ആത്മീകമായ സവിശേഷതകളെ കൊടുത്തിരിക്കുന്നു, സൗമ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലെ മറ്റ് എല്ലാവർക്കും ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാവരിലും ആ ഒരു 7 അടിസ്ഥാന സംഗതികൾ ദൈവം ഓൾറെഡി നൽകിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ സ്നാനം ഒന്ന്, ആത്മാവ് ഒന്ന്, പിതാവ് ഒരുവൻ, കർത്താവ് ഒരുവൻ, അങ്ങനെ ആ 7 കാര്യങ്ങൾ, വിശ്വാസം, സ്നാനം, അങ്ങനെ ഒരു ശരീരം, 7 കാര്യങ്ങളെ കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. 7-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞു ഓരോർക്കും ദൈവം ദാനങ്ങളെ കൊടുത്തത് ക്രിസ്തുവിന്റെ അളവിന് ഒത്തവണ്ണം ആണ് എന്നാ പറഞ്ഞത്, അല്ലെ? ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു ഓരോരുത്തർക്കും കൊടുത്ത ദാനങ്ങൾ. അപ്പൊ ആ ആദ്യത്തതും അതുപോലെ തന്നെ ഈ നമ്മൾ അവസാനങ്ങൾ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ കാണുന്ന കാര്യങ്ങളെയും കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ആ ഇടയ്ക്ക് നമ്മൾ കാണുന്ന 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവർക്കും ഒരുപോലെ വെച്ചിരിക്കുക. അത് പിതാവ് എല്ലാവർക്കും ഒരുവൻ, കർത്താവ് ഒരുവൻ, അത് നമുക്കറിയാമല്ലോ, അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ 7-ാമത്തെ വാക്യം പറയുന്നത് എല്ലാവർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനളവുള്ള കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സഭയുടെ ആത്മീകമായ ആ ഒരു ഐക്യതയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ചില സവിശേഷതകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി 8-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 8-ാം വാക്യം, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ, 8, 9, 10 വായിക്കാം ഒരുമിച്ച്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. 8 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കൃപകളൊക്കെയും അല്ലെ കൃപാവരങ്ങളൊക്കെയും നമുക്ക് ലഭിക്കുന്നതിനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. നമുക്ക് ഈ കൃപാവരങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകുന്നതിന് ദൈവം നടത്തിയ ഒരു മാർഗം, നമുക്ക് വേണ്ടി ദൈവം മുൻകരുതിയ ഒരു മാർഗത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ 8-ാമത്തെ വാക്യം കാണുന്ന 4-8, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. സങ്കീർത്തനം 68-ന്റെ 18-ാമത്തെ വാക്യം അവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്നത് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രവചന പൂർത്തിയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 68-ന്റെ 18 നമ്മൾ അറിയാവുന്ന വാക്യങ്ങൾ, എന്തെങ്കിലും വായിച്ചു പോകാം. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി, യാഹു എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പ്രവചന പൂർത്തിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരാൾ കയറിയെന്ന് പറയുന്നു, കയറി കൊണ്ട് ഇറങ്ങിയെന്ന് പറയുന്നു, ഇറങ്ങിയത് കൊണ്ട് പിന്നെയും കയറിയെന്ന് പറയുന്നു, അല്ലെ? അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ആദ്യം ഇവിടെ ഇറങ്ങിയെന്ന് പറയുന്നു, അപ്പൊ ഇവിടെ പറഞ്ഞു ഇറങ്ങിയത് കൊണ്ട് കയറിയെന്ന് പറയുന്നു, കയറിയത് കൊണ്ട് പിന്നെ ഇറങ്ങിയെന്ന് പറയുന്നു. അപ്പം അങ്ങനെ 3 പ്രാവശ്യം ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ശ്രദ്ധിച്ചു കേട്ടാൽ അത് മനസ്സിലാകും. അപ്പം ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി. അപ്പം ആ ബദ്ധന്മാരെ ക്രിസ്തു പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറിയെന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ ഇരുന്ന ദൈവം, അല്ലേ? പിതാവായ ദൈവത്തോട് കൂടെ നിത്യനായി വസിച്ചിരുന്ന
പുത്രൻ എങ്ങനെ താഴേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ എപ്പോൾ താഴേക്ക് ഇറങ്ങി. അപ്പൊ അതാണ് നമ്മൾ ആ 9ാമത്തെ വാക്യത്തിൽ കയറി എന്നതിന് അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരികയില്ലയോ. അപ്പം മുകളിലിരുന്ന ദൈവം താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും മുകളിലേക്ക് പോയി. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പം ദാവീദ് ആ പ്രവചനമാണ് അന്ന് പ്രവചിച്ചത്. അതിൻ്റെ പൂർത്തി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അത് സംഭവിച്ചു. അപ്പം അവിടെ ഇറങ്ങി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഇൻകാർണേഷനാണ്, ജഡത്തിലുള്ള ആ വെളിപ്പാടാണ്. നമുക്കറിയാം യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അതുകൊണ്ട് ആ പിതാവായ ദൈവത്തോട് കൂടെ നിത്യമായി വസിച്ചിരുന്ന പുത്രൻ എപ്പോൾ ഭൂമിയിലേക്ക് വന്നു? 1:14 യോഹന്നാന്റെ സുവിശേഷം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു. അല്ലേ? ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ഈ ഭൂമിയിൽ വന്ന കർത്താവ് മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചെങ്കിലും തൻ്റെ ശിഷ്യന്മാർ കണ്ടത് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവൻ യേശു കർത്താവ് ഈ ലോകത്തിൽ ഇറങ്ങി വന്നു. എവിടുന്ന് ഇറങ്ങി വന്നു? സ്വർഗത്തിൽ നിന്ന്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി, അല്ലെ? അങ്ങനെയല്ലേ ഇവിടെ പറയുന്നത്, ഫിലിപ്പി ലേഖനം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ആ സ്വർഗത്തിലിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനു എന്നിട്ട് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷനെ കുറിച്ചാണ് പറയുന്നത്. ജഡത്തിലെ ജഡാവതാരം എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അവതരിച്ചതല്ല, വെളിപ്പെട്ടതാണ്. ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു. ജഡത്തിൽ അവതരിച്ചെന്ന് പറയുന്നുണ്ട്, അവതാരം എന്ന് പറയുന്നത് അവതാരമല്ല കർത്താവ് വെളിപ്പാട്. നമ്മൾ ഓരോ വാക്യങ്ങളും വചനത്തിൽ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് മനസ്സിൽ ആലോചിച്ച് വേണം പറയാൻ. കാരണം വെളിപ്പാടെന്ന് പറയുമ്പോൾ റെവലേഷനിലെ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതാ. അപ്പൊ ഓൾറെഡി കർത്താവ് അവിടെ ഉണ്ടായിരുന്നു, അതിവിടെ വെളിപ്പെട്ടതാ, അവതരിച്ചതല്ല. അവതരിച്ചെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരാൾ ഉണ്ടായി വന്നെന്നാ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതല്ല, കർത്താവ് ഓൾറെഡി നിത്യനായ പുത്രനാണ്. ആ നിത്യനായ പുത്രൻ മനുഷ്യ ജഡത്തിൽ വെളിപ്പെട്ടതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ അത് ക്രിസ്തുവിന്റെ വെളിപ്പാട് ആണ്. അപ്പം അത് യെശയ്യാവിന്റെ പുസ്തകം 61:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് പ്രവചിച്ചിട്ടുണ്ട്. അത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിലെ 18-ാം വാക്യത്തിൽ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് തന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. അപ്പം ജഡത്തിൽ കർത്താവ് വെളിപ്പെട്ടത് എന്തിനാണെന്ന് ആര് പ്രവചിച്ചു? ദാവീദ് പ്രവചിച്ചു. അതുപോലെ തന്നെ യെശയ്യാവും പ്രവചിച്ചു. എന്തിനാ നമുക്കൊന്ന് വായിക്കാം. 61:1, 2, 3 വാക്യങ്ങൾ. ഇപ്പൊ സ്വർഗത്തിലായിരുന്നവൻ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? എളിയവരോട് സ്വദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, കർത്താവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ അതായിരുന്നല്ലേ, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനും എന്ന് പറയുമ്പോൾ ആ സാത്താന്റെ അടിമത്തിലായിരുന്ന എല്ലാവരെയും വിടുവിക്കാൻ, അല്ലെ? 2-ാം വാക്യം, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും, ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവസാനം പറയുന്നു, യഹോവയുടെ നടുതല എന്ന് പേരാകും എന്നും പറയുന്നു. അപ്പൊ അത് യെശയ്യാവ് പ്രവചിച്ചു. അത് താൻ ഈ ലോകത്തിൽ വന്നപ്പോൾ താൻ എന്തിനാ വന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്. അന്ന് ദേവാലയത്തില് വന്ന് അന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ട വാക്യം കർത്താവ്
വായിച്ചപ്പോൾ അതിന്റെ പ്രവചന നിവർത്തി പൂർത്തിയാവുകയാണ് ചെയ്തത്. വായിക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 4:18-19. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അവിടെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ അയച്ചിരിക്കുന്നു. അവിടെ ഒരു കാര്യം വിട്ടുപോയി കർത്താവ്. എന്താ വിട്ടുപോയതല്ല, കർത്താവ് വായിക്കാതെ വിട്ടത് എന്താ? പ്രതികാര ദിവസം അല്ലേ? അത് കർത്താവ് വായിച്ചില്ല. അത് അവസാനമാണ്, കർത്താവിന്റെ 2ാം വരവെങ്കിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവിടെ വായിക്കാതെ വിട്ടുപോയി. അപ്പൊ അങ്ങനെയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിലായിരുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി. ഇങ്ങനെയല്ലേ, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി. ഉയരത്തിൽ കയറി എന്നതിനാൽ ഇറങ്ങി എന്ന് വരികയില്ലേ? അപ്പൊ ഇറങ്ങി വന്നു 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു. എന്നിട്ട് താൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, താൻ വീണ്ടും അല്ല, സ്വർഗത്തിലേക്ക് താൻ കയറിപ്പോകും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇറങ്ങിയവൻ വീണ്ടും കയറിപ്പോകുമെന്ന് താൻ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പം കർത്താവ് വീണ്ടും പോകും എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും പോകുന്നതിന് മുമ്പായി കർത്താവ് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ സാധിപ്പിച്ചു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. അതാണ് കർത്താവ് പോകുന്നതിന് മുമ്പേ വന്നു കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്തു. അത് കഴിഞ്ഞ് താൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പേ താൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഹീബ്രൂസ് 2:14-15 വാക്യങ്ങൾ. അപ്പം നമുക്കറിയാം, ദൈവം മനുഷ്യനെ പാപമില്ലാത്തവരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സകല മനുഷ്യരും പാപം ചെയ്ത് എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്ന് എല്ലാവരും നിത്യനരകത്തിനും നിത്യമരണത്തിനും യോഗ്യരായി തീർന്നു. ആ നിത്യമരണത്തിൽ നിന്നുള്ളവരെ വീണ്ടും നിത്യജീവനിലേക്ക് മടങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ദൈവിക തേജസ് കൊടുക്കുവാനായിട്ടാണ് കർത്താവ് വന്നത്. അതിനാണ് പറയുന്നത് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത്. അപ്പം കർത്താവ് ഭൂമിയിൽ ഇറങ്ങി വന്നത് കൊണ്ടാണ് നമ്മൾക്കെല്ലാവർക്കും ആ മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. എബ്രായ ലേഖനം 2:14-15 പറയുന്നുണ്ട്, അപ്പൊ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. എവിടുന്നാ വിടുവിച്ച്? മരണത്തിന്റെ അധികാരിയായ പിശാചിൽ നിന്ന്. പിശാച് എങ്ങനെയാ മരണത്തിന്റെ അധികാരിയായി തീർന്നത്? നമുക്കറിയാം, കർത്താവാണ് ജീവന്റെയും മരണത്തിന്റെ, അല്ലെ ദൈവമാണ് ജീവന്റെയും മരണത്തിന്റെ അധികാരി. പിശാച് എങ്ങനെയാ മരണത്തിന്റെ അധികാരിയായി തീർന്നത്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം ഈ ലോകത്തിൽ വന്നു. അത് എന്തുകൊണ്ട്? പിശാച് ആ മനുഷ്യനെ പാപം ചെയ്യിപ്പിച്ചത് കൊണ്ട് സകല മനുഷ്യരും മരണത്തിന് അധീനരായി തീർന്നതുകൊണ്ട്, അതുകൊണ്ടാണ് പിശാചിനെ മരണത്തിന്റെ അധികാരി എന്ന് പറയുന്നത്. അപ്പം കർത്താവ് ഈ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് സകല ആയുധവർഗങ്ങളെയും ക്രൂശിൽ തറച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് അതിന്റെ അർത്ഥം. എബ്രായർ 2:14-15 ശ്രദ്ധിച്ചു കേട്ടിരിക്കണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു. കർത്താവായ യേശു, പിതാവായ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ എല്ലാവരും ജഡരക്തങ്ങളോട് കൂടിയവർ ആയതുകൊണ്ട് അവനും ക്രിസ്തുവും അവരെ പോലെ നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, എന്തുകൊണ്ട്? പിശാചിനാലാണ് ഈ മരണം ലോകത്തിലേക്ക് വന്നത്. അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന അടിമകളെയൊക്കെയും
മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പം ബദ്ധന്മാരാരാ? ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മരണഭീതിയിൽ അടിമകളായിരുന്ന ആരുടെ അടിമകളായിരുന്നു? പിശാചിന്റെ അടിമകളായിരുന്ന. അപ്പൊ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറിയെന്ന് പറയുമ്പോൾ ഏത് ബദ്ധന്മാരെയാ പിടിച്ചുകൊണ്ട് പോയെ? നമ്മെ ഓരോരുത്തരെയും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു അല്ലെ? ഇതുവരെ ക്രിസ്തുവിൽ മരിച്ചവരെ എല്ലാവരെയും വിടുവിച്ചു. സാത്താന്റെ അധികാരത്തിൽ നിന്ന്. നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്ന കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. സാത്താന്റെ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലേ. അതാണ് അവിടെ നമ്മൾ പറയുന്നത്. ജീവപര്യന്തം മരണഭീതിയിലായിരുന്നു എല്ലാവരെയും വിടുവിച്ചു. അപ്പൊ ബദ്ധന്മാരാരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. ഞാനും നിങ്ങളുമാണ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. എങ്ങനെയാണ് പിടിച്ചുകൊണ്ടുപോയത്? കൊലോസ്യ ലേഖനം 2:14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സാത്താനെ ജയിച്ചു. പക്ഷെ ആ മരണത്തിൽ വിശ്വസിക്കുന്ന നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും ബദ്ധന്മാരായിരുന്നു. ഇനി വിശ്വസിക്കാനും ഇനി വിചരിക്കാൻ പോകുന്നവരും ഇനി വിശ്വസിക്കാതിരിക്കാവുന്നവരും എല്ലാവരും ബദ്ധന്മാരാണ്. അവരെയൊക്കെ വിടുവിച്ചു. എങ്ങനെയാ? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. അതിക്രമങ്ങളാൽ നമ്മൾ 2-1 പഠിച്ചില്ലേ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരുന്നെയൊക്കെയും ഇവിടെ അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്തും വെച്ചു. എന്ന് വെച്ചാൽ ആ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ പാപം ചെയ്തവർ മരിക്കും എന്നുള്ള ആ ശിക്ഷ, അതാണ് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. കാരണം പാപം ചെയ്യുന്നവർ, ദൈവതേജസ് നഷ്ടപ്പെട്ടവർ, നിത്യനരകത്തിന് ഓഹരിക്കാരായിരുന്ന നമ്മെ ആ ചട്ടം നമുക്ക് വിരോധവും ദൈവത്തിന്റെ നീതി എന്താ? പാപം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതായിരുന്നു നമ്മുടെ വിധിയെല്ലാം. അത് ആ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ നിറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞ് വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ ജയിച്ച് ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മയൊക്കെയും വിടുവിച്ചു. ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിൽ കൊണ്ടുപോയി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അപ്പം നമ്മളെ ബദ്ധന്മാരെയൊക്കെ വിടുവിച്ചത് എങ്ങനെയാ? പിശാചിന്റെ മേൽ പിശാചിനെ തോൽപ്പിച്ചു വാഴ്ചകളും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ എന്നിട്ട് മനുഷ്യർക്ക് കൃപകളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ രക്ഷ തന്നെ വലിയൊരു കൃപയാ അല്ലേ? രക്ഷിക്കപ്പെട്ടത് തന്നെ ദൈവത്തിന്റെ വലിയൊരു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുക. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപ. രക്ഷിക്കപ്പെട്ടത് മാത്രമാണോ? നമ്മെ പുത്രന്മാർ അല്ലെ പുത്രിമാരും പുത്രന്മാരും എന്ന അവകാശത്തിലേക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കപ്പെടുന്ന അവകാശത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർത്തു. പിന്നെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിൽ തന്നു. നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ നിറച്ചു. 1, 2, 3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് തന്നു. അപ്പം ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. അപ്പം ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവൻ ഭൂമിയുടെ അധോഭാഗത്തേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോൾ, കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരികയില്ലയോ? ഇറങ്ങി എന്ന് പറയുമ്പോൾ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3 ദിവസം കല്ലറയിലായിരുന്നു. അതാണ് ഇറങ്ങി എന്ന് പറയുന്നത്. ഭൂമിയുടെ അധോഭാഗത്തോളം കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി ആ മരണാധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് സകല ബദ്ധന്മാരെയും വിടുവിച്ചു. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയിട്ട്
ഭൂമിയുടെ അധോഭാഗത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ആ നിത്യനരകത്തിലേക്ക് ആ സാത്താൻ അടിമയാക്കി കൊണ്ടുപോകാനിരുന്ന സകലത്തെയും വിടുവിച്ചു. നമ്മളിവിടെ കാണുന്ന ഒരു മിലിറ്ററി അനാലജിയാണ്. അപ്പൊ ഒരു ശത്രു സൈന്യത്തെ തോൽപ്പിച്ച് ജയാളി ആയി വരുന്ന ഒരു പട്ടാള മേധാവിയെ പോലെയാണ് കർത്താവ്. നമുക്കറിയാം 2 കൊരിന്ത്യർ 2 അവസാനത്തിൽ പറയുന്നുണ്ട്, ആ ജയോത്സവം കൊണ്ടാടി എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലേ, നമ്മൾ പഠിച്ചത് 2 കൊരിന്ത്യർ 2 അവസാനം. ജയോത്സവം കൊണ്ടാടി ആ മക്കതോനിയയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും പൗലോസ് തോറ്റു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു, മരിച്ചു പോകുന്ന വിശ്വസിക്കുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ കർത്താവിന്റെ സൗരഭ്യവാസനയാവുന്നു, ഞങ്ങൾ ജയോത്സവം കൊണ്ടാടി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെയും കർത്താവ് സാത്താനെ സകല വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെൽപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ കൊണ്ടാടിയിട്ട് ബദ്ധന്മാരെ വിടുവിച്ചു. എന്നിട്ട് പറയുന്നു 9-ാമത്തെ വാക്യം, കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരികയില്ലയോ. അപ്പം ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുമ്പോൾ നരകമോ പാതാളമോ എന്ന അർത്ഥമുണ്ടെങ്കിലും പക്ഷെ ഇവിടെ കല്ലറ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പാതാളം എന്ന് പറയുമ്പോൾ ഹേഡീസ്, പക്ഷെ അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ചിലർ അങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും ഇവിടെ ഇതല്ല അർത്ഥമാക്കുന്നത്. കർത്താവ് 3 ദിവസം കല്ലറയിലായിരുന്നു, ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് ഇറങ്ങി. അപ്പം ചിലർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിനകത്ത് വലിയ അതിശയോക്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സകല ലോകത്തിന്റെയും കർത്താവാകിയാൽ പാതാളത്തിന്റെയും സ്വർഗത്തിന്റെയും എല്ലാം കർത്താവ് അല്ലേ. കർത്താവ് പോകാത്ത ഒരു സ്ഥലവുമില്ല. നിത്യത മുതൽ നിത്യത വരെ ദൈവമായവനാ. ദൈവം പോകാത്ത ഒരു സ്ഥലവുമില്ല. ദാവീദ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ച നീ അവിടെയും ഉണ്ടെന്ന് പറഞ്ഞു. ഇരുട്ടിൽ ഞാൻ പോയ അവിടെയുണ്ട്, വെളിച്ചത്തിലും നീ ഉണ്ട്, നീ ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും വലിയ അതിശയോക്തി ഇല്ല. അപ്പൊ ഇവിടെ കയറി എന്ന് പറഞ്ഞതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് ഇറങ്ങി എന്ന് വരികയില്ലയോ എന്ന് പറഞ്ഞാൽ കർത്താവ് 3 ദിവസം കല്ലറയിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ സ്വർഗവും പാതാളവും എല്ലാം ഉൾപ്പെടുന്ന കർത്താവ് സകലത്തിന്റെയും കർത്താവാണ്. അപ്പം അങ്ങനെ കർത്താവ് നമുക്ക് 1 പത്രോസ് 3:18 ഇങ്ങനെ വായിക്കണം, നീതിമാനായവൻ നീതികെട്ടവർക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് പോകാം. അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് ഇറങ്ങി എന്ന് വരികയോ, നീതിമാനായവൻ നമ്മെ രക്ഷിപ്പാനായി ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് ഇറങ്ങി. ക്രിസ്തുവും 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ കർത്താവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു, അവൻ ഇറങ്ങി. ഇനി നമ്മൾ 10-ാമത്തെ, കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് വരികയില്ലയോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ കർത്താവ് കല്ലറയിലായിരുന്നു. ഇറങ്ങിയത് എവിടുന്ന? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിൽ വന്നു, സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി മരണത്തിന് അരികാണ് പിശാചിന്റെ ആ അടിമത്വത്തിൽ നിന്ന് സകലരെയും വിടുവിച്ചു. ആ ജീവപര്യന്തം അടിമകളായിരുന്ന അല്ലെ, മരണത്തിന്റെ ഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിവനുമാവുന്നു. ആദ്യം കർത്താവ് സ്വർഗത്തിലായിരുന്നു, താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി, എന്നിട്ട് ഭൂമിയുടെ അധോഭാഗത്തിലേക്ക് പോയി. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിവനാൻ. മനസ്സിലായോ? സ്വർഗത്തിലായിരുന്ന കർത്താവ് ഇൻകാർണേഷനിൽ ഭൂമിയിലേക്ക് ഇറങ്ങി അല്ലെ. അത് കഴിഞ്ഞ് സാത്താന്റെ മേൽ സാത്താനെ തോൽപ്പിച്ച് ബദ്ധരായിരിക്കുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇനി ഇറങ്ങി വന്നവൻ വീണ്ടും സ്വർഗത്തിലേക്ക് കയറി. എന്തിനാ? സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനു മീതെ കയറിവനും ആകുന്നു. അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ തന്നെയാണ് പാപത്തെയും സാത്താനെയും ദുഷ്ടശക്തികളെയും മരണത്തെയും കീഴടക്കി സ്വർഗത്തോളം കയറിയത്. അപ്പം സകലത്തെയും നിറയ്ക്കേണ്ടതിനു വേണ്ടി എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്ന ക്രിസ്തുവിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സകല അനുഗ്രഹങ്ങളെയും കൂടിയാണ്. സകല മൂല്യങ്ങളും കർത്താവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാത്തിൻ്റെയും പരമാധികാരിയ കർത്താവ്. നമ്മൾ എഫേസ്യ ലേഖനം 1 അവസാന വാക്കുകളിൽ
പറയുന്നു, സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭ, സഭയെ നിറയ്ക്കുന്നത് കർത്താവാണ്. നമ്മൾ കൊലോസ് ലേഖനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒന്ന് വായിച്ചു പോകാം. കൊലോസ് ലേഖനം 2-ാം അധ്യായം. കർത്താവിലാണ് സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത്. 2-3. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ദൈവമാണ് ഈ ദാനങ്ങളുടെയൊക്കെയും ഉറവിടമെങ്കിലും ക്രിസ്തുവിലൂടെയാണ് ഈ ദാനങ്ങളൊക്കെയും തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തിന്റെ ഒരു ദാനങ്ങളുമില്ല. നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. കാരണം സൃഷ്ടി എന്ന നിലയിൽ ദൈവം മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുക്കും. പക്ഷേ എല്ലാ മനുഷ്യർക്കും ദാനങ്ങളെ, അല്ലെങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും, കാക്കയ്ക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്നുണ്ട്, വയലിലെ പുഷ്പങ്ങൾക്കും സസ്യങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നു. എങ്കിലും അത് ഭൗതികമായ ദാനങ്ങളാണ്. അത് തൻ്റെ സൃഷ്ടി എന്ന നിലയിൽ, സൃഷ്ടിതാവായ ദൈവം എന്ന നിലയിൽ ദൈവം എല്ലാ ജീവജാലങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യൻ വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്നവരെ, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് ദൈവം സൃഷ്ടിതാവായ എന്ന നിലയിൽ ദൈവം മാത്രമല്ല, പിതാവായ ദൈവം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ ചില ഭൗതിക ദാനങ്ങളല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും, അത് നമ്മുടെ മുൻനിർണയം മുതൽ, തിരഞ്ഞെടുപ്പ് മുതൽ, നമ്മുടെ തേജസ്കരണം വരെയുള്ള സകല ദാനങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. 2-9. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ, ക്രിസ്തുവിലല്ലോ. 2-10. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമായിട്ട്, ഇഷ്ടമല്ല, കുറച്ച് ഇഷ്ടമുള്ള കുറെ വാക്യങ്ങളിൽ, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എന്നിട്ട് പറയാം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണരായിരുന്നു. ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ നമുക്കൊന്നും വേണ്ട. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, ജീസസ് പ്ലസ് നത്തിങ്. ഈ ലോകം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവില്ലെങ്കിൽ നമ്മൾ വെറും ശൂന്യമാണ്, വെറും സീറോയാ. ജീസസ് പ്ലസ് സീറോ, അത് മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരിക്കുന്ന അവന് നാം പരിപൂർണരായി. ഈ ലോകത്തിലെ നമ്മുടെ എല്ലാം നശിച്ചു പോയെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊരു നിത്യജീവനെ വെച്ചിട്ടുണ്ട്. പൗലോസ് ഇത്രത്തോളം കഷ്ടങ്ങൾ അനുഭവിച്ചെങ്കിലും പൗലോസ് പറയുന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാനായിട്ട് കാരണമായി തീരുന്നു. അപ്പൊ ഈ ലോകത്തിൽ എന്ത് നശിച്ചെന്ന് പറഞ്ഞാലും, ഇയ്യോബ് പറഞ്ഞാലും, ഞാൻ എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി കർത്താവിനെ കാണുമെന്ന് പറയുന്നുണ്ടല്ലേ. പുഴുവരിച്ചു പോയ ശരീരമാണ് ഇയ്യോബിൻ്റെത്. പുഴുവരിച്ചു പോയെന്ന് പറഞ്ഞാലും ഞാൻ കർത്താവിനെ കാണും. കാരണം എല്ലാം ഇയ്യോബിന് നഷ്ടപ്പെട്ടല്ലേ. പഴയ നിയമ വിശുദ്ധനാ. എല്ലാം നഷ്ടപ്പെട്ടാലും പറയും, ഞാൻ ഒരിക്കൽ അവനെ കാണും, ഞാൻ മുഖാമുഖമായി കാണും. അപ്പൊ ഈ ലോകത്തിലുള്ള എല്ലാം നഷ്ടമായെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പരിപൂർണരായിരിക്കുന്നു. അതൊക്കെ ഈ ലോകത്തിൽ നമുക്ക് കുറച്ചു കാലം മാത്രമല്ല, നമുക്കറിയത്തില്ല നമ്മൾ 40 വർഷമാണോ, 50 വർഷമാണോ, 60 വർഷമാണോ, 70 വർഷമാണോ എന്നറിയത്തില്ല. ഒരു ചെറിയ പ്രൊബേഷൻ പീരീഡ് ആ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ പറയും, ഓ ഇത്രയും കാലമായി, ഇനി ഇത്രയും വയസ്സായി നമുക്കെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ നിത്യതയോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ലഘുവായ ഒരു സമയ ദൈവം തന്നേക്കുന്നത്. ആ ലഘുവായ സമയത്ത് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും നിത്യജീവനെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കേണ്ട. നാം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരിക്കുന്ന അവനിൽ നാം പരിപൂർണരായിരിക്കുന്നു. കൊലോസ്യലേഖനം 1:17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് സകലവും ലഭിക്കുന്നത്. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരവും ആയിരിക്കുന്നു. 18.
അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സകല സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിച്ചുള്ള കുരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നമുക്കെല്ലാം കിട്ടിയത്. അപ്പം അവൻ സ്വർഗത്തിലായിരുന്നവൻ, ദൈവരൂപത്തിലായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ജയിച്ച് ആ മരണത്തിന്റെ ജീവപര്യന്തം മരണത്തിന്റെ അടിമകളായിരുന്ന മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വെടിവെച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ന് പറയാം. അപ്പൊ നമ്മളെ എന്നിട്ട് നമുക്ക് വെറുതെ നമ്മളെ വെടിവെച്ചതല്ല, നമുക്ക് സകലവും നമ്മെ നിറയ്ക്കുന്നു. സഭയെ നിറയ്ക്കുന്നവൻ ക്രിസ്തുവാണ്. സകല സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ ക്രിസ്തുവിലാണ് നിറച്ചിരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി, ക്രിസ്തുവാണ് എല്ലാവരെയും നിറയ്ക്കുക. അപ്പൊ ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാവുന്നു. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രൂശിന്റെ ആഴത്തിനും മഹത്വത്തിന്റെ ഉയർച്ചയ്ക്കും ഇടവിൽ താൻ വഹിക്കാത്ത ഒരു സ്ഥാനവുമില്ല. ക്രൂശിന്റെ ആഴത്തിനും മഹത്വത്തിന്റെ ഉയർച്ചയ്ക്കും ഇടയിൽ താൻ വഹിക്കാത്ത ഒരു സ്ഥാനവുമില്ല. നമ്മോട് അനുരൂപനായി തീർന്ന ക്രിസ്തു അല്ലേ? അവൻ രോഗം ശീലിച്ചെന്ന യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത് തുപ്പുകൊണ്ട് നമ്മളൊന്നും അനുഭവിക്കുന്നില്ല. കർത്താവ് അനുഭവിച്ചത് ഓർക്കുമ്പോൾ ക്രൂശിലെ മരണത്തോളം ആയിത്തീർന്ന കർത്താവ്. അപ്പൊ നമ്മളിവിടെ കണ്ടത്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടത് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പൊ ഇറങ്ങിയവൻ സാത്താനെ ജയിച്ചു ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് പോയി വീണ്ടും സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ഭാഗം തന്നെ പൗലോസ് അതിവിശദീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. സെയിം തന്നെ ഞാനൊന്ന് ഉദ്ധരിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? ഫിലിപ്പിയർ ലേഖനം 2:6, 7, 8, 9 വാക്യങ്ങൾ. അത് സെയിം തന്നെയാണ്, വേറെ ഒരു രീതിയിൽ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്നുകൂടെ വായിക്കാം. 2:6 ഫിലിപ്പിയർ ലേഖനം 2:6, 7, 8. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട്, ആ കോണ്ടെക്സ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സർവനാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നത്. അപ്പം ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പാപമായി മരിച്ചു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ആ ജീവകാലം മുഴുവൻ മരണത്തിന് ഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ച് നമുക്ക് ദാനങ്ങളെ തന്നു നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കർത്താവിങ്കിലേക്ക് പോകും. അത് തന്നെയല്ല ഇവിടെ പറയുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനം 2 എങ്ങനെ പറഞ്ഞേ, 7 വാക്യത്തിൽ എങ്ങനെ പറഞ്ഞേ? നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക, കർത്താവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. നമ്മൾ ഭൂമിയിൽ ഇപ്പൊ ഇരിക്കുകയാണെങ്കിലും നാം സ്വർഗത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ 7 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ദാനത്തിനൊത്തവണ്ണം ദാനത്തിന്റെ അളവിനൊത്തവണ്ണം ഓരോരുത്തർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആ ദാനങ്ങൾ നമുക്ക് ലഭിക്കാൻ കാരണമായി തീർന്ന മാർഗമാണ്. കാരണം ആ സ്വർഗത്തിലായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. മരണത്തിന്റെ അധികാരിയിലായിരുന്ന മരണത്തിന് നിയോഗിക്കപ്പെടുന്ന എല്ലാവരെയും സ്വതന്ത്രരാക്കി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ
ആം, നമ്മളെ കർത്താവ് എല്ലാ കൃപകളും ദാനങ്ങളും തരുവാനുള്ള മാർഗമാണ് ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് താൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ദാനങ്ങൾ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇതില്ലായിരുന്നത്? പഴയ നിയമത്തിൽ ഈ ദാനങ്ങൾ ഇല്ലായിരുന്നു. കാരണം ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു പുതിയ എൻറ്റിറ്റി ആണ് ന്യൂ ടെസ്റ്റ്മെന്റിലെ സഭ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ സഭ എന്ന കാര്യമില്ലായിരുന്നു. ആ കർത്താവ് ഭൂമിയിൽ വന്ന് താൻ നമുക്ക് വേണ്ടി മരണത്തിൽ മരിച്ചു നമുക്ക് വേണ്ടി പാപം ആയിത്തീർന്നത് കൊണ്ടാണ് പുതിയ സഭ എന്ന ഒരു പുതിയ എൻറ്റിറ്റി ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നത്. സഭയ്ക്കാണ് ദൈവം സകല ആത്മീക അനുഗ്രഹങ്ങളെ കൊണ്ടും നിറച്ചിരിക്കുന്നത്. അപ്പം നമുക്കാണ് ദൈവം ഈ ദാനങ്ങളെയൊക്കെ തന്നെ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, മക്കൾ എന്ന അവകാശം മുതൽ തേജസ്കരണം വരെയുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മക്കൾക്കാണ് കൊടുത്തിരിക്കുന്നത്, സഭയ്ക്കാണ് കൊടുത്തിരുന്നത്. അതുവരെ കർത്താവിന്റെ മരണം വരെ അങ്ങനെയുള്ള ദാനങ്ങൾ ഇല്ലായിരുന്നു. മക്കളെന്ന അവകാശമില്ലായിരുന്നു. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ അവർ എൻ്റെ ജനമെന്നാ കർത്താവ് പറഞ്ഞിരുന്നത് അല്ലെ, മക്കളെന്ന് പറഞ്ഞിരുന്നില്ല. അവര് എൻ്റെ ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരുന്നെന്നാ പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായി തീരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം പുത്രന്മാരും പുത്രിമാരുമായത് സഭയ്ക്കാണ്. അതുകൊണ്ട് ഇതെല്ലാം ബാധകമാകുന്ന നമുക്കാണ്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ പരമയാഗത്താലാണ്. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറിയവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്നും വരികയില്ല. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പം എന്തൊക്കെ ദാനങ്ങൾ കൊടുത്തു എന്ന് നമ്മൾ ആദ്യം കുറച്ച് പറഞ്ഞു. പിന്നെ 11-ാം വാക്യം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ ദാനങ്ങൾ എന്ന് പറയുന്നതിനധികമായി ചില കൃപാവരങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്നതിനധികമായി കൃപാവരങ്ങൾ കൊടുത്ത ചില ശുശ്രൂഷകരെ കൊടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ചില ശുശ്രൂഷ വരങ്ങളെ കുറിച്ചാണ് 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്ന് വായിക്കാം 11-ാം വാക്യം. അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. 8ഉം 9ഉം 10ഉം വാക്യങ്ങൾ മനസ്സിലായല്ലോ. പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട്, എളുപ്പത്തിൽ പറഞ്ഞു പോയാലും പല പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കണം. കാരണം ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കാനായിട്ടാണ്. നമ്മൾ എത്ര അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കാനായിട്ട് കഴിയും. അത് മാറിപ്പോകാതിരിക്കാൻ. കാരണം നമ്മൾ പറയുന്നില്ലേ, കള്ളനോട്ട് കണ്ടുപിടിക്കുന്നത്, ഈ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കള്ളനോട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കത്തില്ല. അവർക്ക് നല്ല നോട്ടുകളാണ് അവരെയും കൊണ്ട് ആദ്യമേ ചെയ്യിപ്പിക്കുന്നത്. കള്ളനോട്ടുകൾ കാണിച്ചു കൊടുക്കാറേയില്ല. അപ്പോൾ അങ്ങനെ നല്ല നോട്ടുകൾ കുറേ നാൾ അവർ എണ്ണി എണ്ണി കഴിയുമ്പോഴത്തേക്ക് കള്ള നോട്ടുകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ നല്ല നോട്ടുകൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ ഹൃദയത്തിൻ്റെ അകത്ത് നല്ലോണം എഴുതിയാൽ മാത്രമേ മാംസപ്പലകയിൽ എന്ന് പറഞ്ഞ ഇരുമ്പഴുത്താണി കൊണ്ട് എഴുതിയാൽ മാത്രമേ കള്ളൻ എന്താണെന്നും വ്യാജൻ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞാലും അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരണം. ഞാൻ ചിലപ്പോൾ കേട്ട പ്രസംഗങ്ങൾ പിന്നെയും കേൾക്കാറുണ്ട്. കാരണം നമ്മുടെ ഹൃദയത്തിനത് ആഴത്തിൽ അത് പതിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ കള്ളത്തരവും വ്യാജന എന്തുവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കള്ളം എന്താണ് പഠിക്കേണ്ടെന്ന കാര്യമില്ല. അത് കേൾക്കുമ്പോഴേ മനസ്സിലാവും അത് കള്ളമാണെന്നുള്ള കാര്യം. ഓക്കെ. അപ്പൊ ഇവിടെ ദാനങ്ങളെ കൊടുത്ത് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവം ദാനങ്ങളെ കൊടുത്തു. അവിടെ നമ്മൾ വായിച്ചു, ഇറങ്ങിയവൻ മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ദാനങ്ങളെ കൊടുത്തു എന്ന് മാത്രമല്ല, സഭയുടെ ആത്മീക വർധനയ്ക്കായി ചില ഗിഫ്റ്റഡ് മെന്നെയും ദൈവം കൊടുത്തിരിക്കുന്നു. വരപ്രാപ്തരായ ശുശ്രൂഷകരെയും ദൈവം നിയമിച്ചിരിക്കുന്നു. ഇവിടെ 5 കാറ്റഗറിയാണ് കാണുന്നത്.
ചിലർ പറയും അത് സഭയിലെ 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയുന്നെങ്കിലും 4 ഓഫീസസ് ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവസാനത്തെ 4-മത്തതിൽ 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും എന്ന് പറയുന്ന 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയുന്നെങ്കിലും അത് 4 ഓഫീസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലന്മാർ, ഇടയന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അപ്പോസൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. അവസാനത്ത് വരുമ്പോൾ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇതിനകത്ത് ഒരു കാര്യമില്ല, എന്താ ഇല്ലാത്തത്? പുരോഹിതന്മാരില്ല, അല്ലേ? പുതിയ നിയമത്തിൽ അതുകൊണ്ട് പുരോഹിതന്മാരെ പറയാത്ത എന്താ? പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിയും പുരോഹിതരാണ്, വിശുദ്ധ പുരോഹിത വർഗമാണ്. വായിക്കാം. 1 പത്രോസ് 2:5, 5-മത്തെ വാക്യം. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പൊ പുതിയ നിയമത്തിലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലും പുരോഹിതനാണ്, അല്ലെ പുരോഹിത ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓരോ വിശ്വാസിയും വിശുദ്ധ പുരോഹിത വർഗമാണ്. അപ്പൊ ഇവിടെ ദൈവം ദാനങ്ങളെ കൊടുത്തു. ആ ദാനത്തിന്റെ അതെല്ലാം കൊടുക്കുന്നതിന് ദാതാവ് ദൈവമാണ്. ദൈവം ക്രിസ്തുവിലൂടെയാണ് കൊടുക്കുന്നത്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ക്രിസ്തുവാണ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, കർത്താവ് 12 അപ്പോസ്തോലന്മാരെ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ 12 പേരെ താൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. അപ്പൊ പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് ഈ ദാനങ്ങളൊക്കെ ലഭിക്കുന്നത്. അത് പിതാവിന്റെ കൃതപ്രകാരമാണ് കർത്താവ് സകലവും ചെയ്യുന്നത്. ഇവിടെ സഭയിലെ ശുശ്രൂഷകന്മാരെ വെച്ചിരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ചില ഗിഫ്റ്റഡ് മെനെ വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? സഭയെ എക്വിപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട്. അത് പറഞ്ഞിരിക്കുന്നത് 4:12, 13 വാക്യങ്ങളിലാണ്. അപ്പം സഭയിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും സുവിശേഷകരെയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷകരെ ദൈവം വച്ചിരിക്കുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്ക്, സഭയെ എക്വിപ്പ് ചെയ്യുന്നതിന്. അത് എന്തൊക്കെയാണ് എക്വിപ്പ് ചെയ്യുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു മുമ്പോട്ട് പോകാം. എന്തിനാണ് അവരെ വെച്ചിരിക്കുന്നത്? 12, 13. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഈ ശുശ്രൂഷകരെ എല്ലാം, വരപ്രാപ്തരായ ഈ ശുശ്രൂഷകരെ എല്ലാവരെയും ദൈവം സഭയിൽ നിയമിച്ചിരിക്കുന്നത്. വെറുതെ തന്നെത്താൻ ഏറ്റ ജോലിയല്ല. അവരെ ദൈവം വരം കൊടുത്തിട്ട്, കൃപാവരം കൊടുത്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം കാണുന്നത് അപ്പോസ്തോലൻ, അപ്പോസ്റ്റൽസ്. നമുക്ക് പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് അപ്പോസ്തോലൻ എന്നുള്ളത്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ട് എങ്കിലും പഴയ നിയമത്തിൽ നമുക്ക് അപ്പോസ്തോലന്മാരെ കാണുന്നില്ല. പുതിയ നിയമത്തിലെ മാത്രം ഒരു ശുശ്രൂഷയാണ് അപ്പോസ്തോലൻ എന്ന്. അപ്പോസ്തോലൻ നാം പല പ്രാവശ്യം പറഞ്ഞല്ലോ. അപ്പോസ്തോലൻ എന്ന പേരിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. ഒരു സ്പെഷ്യൽ ദൗത്യത്തിനായി, ഒരു സ്പെഷ്യൽ പർപ്പസിനായി അയക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പർപ്പസിനു വേണ്ടി അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ സ്പെഷ്യൽ പർപ്പസ്? ആ ദൈവത്തിൽ നിന്നുള്ള വചനം തൻ്റെ മക്കളിലേക്ക് കൊടുക്കുവാനായിട്ടാണ് അപ്പോസ്തോലന്മാരെ നിയമിച്ചത്. ക്രിസ്തുവിൽ നിന്നുള്ള വചനങ്ങളെ ഡയറക്റ്റ് ആയിട്ട്
തൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 12 പേരെ നിയമിച്ചു. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും അവരെ നിയമിച്ചു. 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവരെ മറ്റുള്ളവരെ അറിയിച്ചത്. അതുപോലെ തന്നെ നമുക്കറിയാം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് അതിൽ ഒരാള് യൂദയ്ക്ക് എന്താ പറ്റി? യൂദ തൂങ്ങി മരിച്ചു, കെട്ടിഞ്ഞാന്ന് ചത്തു. അത് കഴിഞ്ഞപ്പോൾ അതിനു പകരമായി ചീട്ടിട്ട് മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട പൗലോസും ജാതികളുടെ അപ്പോസ്തലനായി തിരഞ്ഞെടുക്കുന്നു. ഈ 12 ശിഷ്യന്മാരെ കർത്താവ് 3.5 വർഷക്കാലം ഭൂമിയിലിരുന്നപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഒരു 3 വർഷക്കാലം അറേബ്യയിലേക്ക് പൗലോസിനെ വിടുകയും അവിടെ കർത്താവ് പൗലോസിനെ തൻ്റെ എല്ലാ കാര്യങ്ങളും വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചു എന്ന് പറയുന്നത്. കർത്താവ് 12 പേരും കർത്താവിനോട് കൂടെ ഇരുന്ന് പഠിച്ചതുപോലെ തന്നെ പൗലോസും കർത്താവിനോട് കൂടെ ഇരുന്ന് പഠിക്കുന്ന ഒരു അനുഭവം പൗലോസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പൗലോസും ഉൾപ്പെടുന്നു. 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പൗലോസും ഉൾപ്പെടുന്നു. ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ എന്ന പദവിയിലേക്ക്. അപ്പോൾ അപ്പോസ്തോലന്മാർ, അതുകൊണ്ടാണ് പൗലോസും പത്രോസും ഒക്കെ പറയുന്നത് ഞങ്ങളെ ക്രിസ്തുവിനാൽ ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് പൗലോസ് പറഞ്ഞത്, ഒന്ന് പത്രോസ് പറഞ്ഞത്. നമുക്കൊന്ന് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 1:1, പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 1:1. ഗലാത്യ ലേഖനം 1:1, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായി തീർന്ന. അപ്പൊ മനുഷ്യരാൽ അപ്പോസ്തലരായവരല്ല. ഇക്കാലത്ത് മനുഷ്യരാൽ അപ്പോസ്തലരായവരും സ്വയം അപ്പോസ്തലന്മാകുന്നവരുമുണ്ട്. അതല്ല, മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും. 1 പത്രോസ് 1:1, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ്, അല്ലെ? യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്. ഒരു സ്പെഷ്യൽ ഡ്യൂട്ടി പർപ്പസിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച്. എന്തുവായിരുന്നു സ്പെഷ്യൽ പർപ്പസ്? 3 ബേസിക് ആയിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കർത്താവിൽ നിന്ന് പ്രാപിച്ച്, ഞാൻ പൗലോസ് പറയുന്നുണ്ട് ലേഖനത്തിൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. ഇപ്പൊ അപ്പോസ്റ്റൽസിന്റെ 3 ബേസിക് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഞാനൊന്ന് പറഞ്ഞു പോകാം. 3 കാര്യങ്ങൾ. 1, അവർ സഭയുടെ അടിസ്ഥാനമാണ്. നമുക്കറിയാം എഫേസ്യ ലേഖനം 2:20 നമ്മളത് പഠിച്ചത്. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പടിഞ്ഞിരിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിച്ച അടിസ്ഥാന ഉപദേശങ്ങളാണ് സഭയുടെ പണിക്ക് ആധാരമായി തീർന്നത്. അപ്പോൾ അവര് സഭയെ പണിഞ്ഞു, സഭയെ ഉണ്ടാക്കി. സഭയെ പണിയുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കൂട്ടല്ല, കെട്ടിടം പണിയുകയല്ല, വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ ഉണ്ടാക്കുക. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടമാ സഭ എന്ന് പറഞ്ഞാൽ. അപ്പൊ സഭയെ പണിയുക എന്ന് പറഞ്ഞാൽ അവർ പോയ ഓരോ സ്ഥലങ്ങളിലേക്ക്. അപ്പോസ്തലന്മാർ ആദ്യം എല്ലാവരും കുറെ പേരും യെരുശലേമിലൊക്കെ നിന്നെങ്കിലും എല്ലാവരും ചിതറിപ്പോയി. എല്ലാവരെയും ചിതറിച്ച് കളഞ്ഞു. തങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. നമുക്ക് പറയാം, തോമസ് അപ്പോസ്തലൻ കേരളത്തിലേക്കും വന്നു, അല്ലെ? ഇന്ത്യയിലേക്കും വന്നു. അതുകൊണ്ടാണ് നമ്മളല്ല ഈ വചനം കേൾപ്പാനായിട്ടൊക്കെ ഇടയായി തീർന്നത്, അല്ലെ? നമ്മുടെ പൂർവികന്മാര്. അപ്പം പൗലോസ് അപ്പോസ്തലൻ എന്നുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് ഇടയായി. ഏഷ്യ മൈനറിലേക്കൊക്കെ പൗലോസ് അപ്പോസ്തലൻ യൂറോപ്പിലേക്ക് പോയി, അങ്ങനെയൊക്കെ പോയി. അപ്പൊ അവര് പല സ്ഥലങ്ങളിലും പോയി കർത്താവ് തങ്ങളെ പഠിപ്പിച്ച വചനം. ഇത് പറയാൻ കാരണമുണ്ട്, അന്ന് എഴുതപ്പെട്ട വചനം അവർക്കില്ലായിരുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്ന. അത് ഡയറക്റ്റായി അവർക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വചനങ്ങളെ ആയിരുന്നു അവർ മനുഷ്യരോട് സംസാരിച്ചു
വിചാരിച്ചത്. കാരണം നമ്മള് പത്രോസ് അപ്പോസ്തലനെയൊക്കെ അപ്പോസ്തല പ്രവൃത്തി ആദ്യ അധ്യായങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അവരെ മഹാപുരോഹിതന്മാരൊക്കെ അവരെ തടവിലൊക്കെ ആക്കിയ സമയത്ത് അവരെ ചങ്ങലയിട്ടൊക്കെ അവരെ കൊണ്ട് നിർത്തി ഒക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്ന പത്രോസിന്റെ പ്രസംഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്, പഠിപ്പില്ലാത്ത ഇവര് ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ പറയുന്നു. ആ എന്ത് പറയുന്നത്, ആ ഫിഷർമാനായിരുന്നവര്, ചുങ്കക്കാരായിരുന്നവര്, ആ ടാക്സ് കളക്ടേഴ്സ് ഒക്കെ ആയിരുന്നവര്, വലയൊക്കെ നന്നാക്കിയൊക്കെ ഇരുന്നവരൊക്കെ എന്തോ ചെയ്യുന്നത്, ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ പറയുവാനായിട്ട്. അവർക്ക് എവിടുന്നാ ഈ അത്ഭുത കാര്യങ്ങൾ കിട്ടിയത്? കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് വൻ കാര്യങ്ങളെ അവർക്ക് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ ദൈവത്തിന്റെ മഹൽ കാര്യങ്ങളെ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും പഠിപ്പില്ലാത്ത, നമുക്കറിയാം പത്രോസിന്റെ ലേഖനമൊക്കെ വായിച്ചാൽ മത്സ്യബന്ധനക്കാരനായിരുന്നോ ഇത്ര എഴുതിയതെന്ന് നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിശയിച്ചു പോകുന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. അവർക്ക് എവിടുന്നാണ് ഇത് കിട്ടിയത്? പഠിപ്പില്ലാത്തവർക്ക് കർത്താവിൽ നിന്ന് അവർ പ്രാപിച്ച് അവരിൽ നിന്ന് കിട്ടിയ ഡയറക്റ്റ് ഹാൻഡായിട്ടുള്ള ആ ഇൻഫർമേഷൻ അവര് എല്ലാവരെയും പഠിപ്പിക്കുകയും അവർ പോയ സ്ഥലങ്ങളിലൊക്കെയും കെട്ടിടം പണിയുകയല്ല ചെയ്ത് സഭ സ്ഥാപിക്കുക. അന്ന് കെട്ടിടം പോലും ഇല്ലായിരുന്നു. അവർ അന്ന് ഹൗസ് ചർച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അവർ കൂടി വരുന്നിടത്തൊക്കെയും വീടുകളിൽ അവരെ സഭ കൂടുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഇനി അന്ന് അവര് സഭയെ പണിഞ്ഞു, അവര് അടിസ്ഥാനമിട്ടു. അവർ സഭയുടെ അടിസ്ഥാനമാണ്. കാരണം സഭയുടെ അടിസ്ഥാനം നമ്മൾ 2-ാം അധ്യായത്തിൽ ശരിയായിട്ടും പഠിച്ച അവരുടെ ഉപദേശങ്ങളാണ് സഭയുടെ സ്ഥാപനത്തിന് കാരണമായി തീർന്നത്. അതാണ് അവർ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു അല്ലാതെ വേറെ അടിസ്ഥാനമില്ല. പക്ഷെ അവരുടെ ഉപദേശങ്ങൾ, ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഉപദേശങ്ങൾ അവർ ജനങ്ങളെ പഠിപ്പിച്ച് സഭയിലെ അംഗങ്ങളായി തീരുവാനായിട്ട് കഴിഞ്ഞു. രണ്ടാമത്തത് ദൈവത്തിന്റെ വചനം സഭയോട് അറിയിക്കുക, ഉപദേശിക്കുക എന്ന കാര്യങ്ങൾ. സഭയെ പണിയുക, ഉപദേശിക്കുക. പണിയുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിലേക്ക് വരികയും അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി അവർക്കുണ്ട്. കാരണം ഉറപ്പിച്ചു പോന്നു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ പറയുന്നു. ക്രിസ്തുവിന്റെ മർമ്മം ജാതികളോട് അറിയിക്കുക, എഫേസ്യ ലേഖനം 3:5. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടത്. ആത്മാവിനാൽ ദൈവത്തിന്റെ മർമ്മങ്ങളെ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ എബ്രായ ലേഖനം 2:3-4 കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. എബ്രായ ലേഖനം 2:3-4 കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാലത്ര. കേട്ടവർ, കർത്താവിൽ നിന്ന് കേട്ടവർ നമുക്കുറപ്പിച്ചു തന്നു. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്രകൾ നടത്തിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-ാം മിഷണറി യാത്രയിൽ താൻ പോയ സ്ഥലങ്ങളിലൊക്കെയും പിന്നെയും 2-ാം മിഷണറി യാത്രയിലും 3-ാം മിഷണറി യാത്രയിലൊക്കെ അവിടെ പോയി സഹോദരന്മാരെ ഉറപ്പിച്ചെന്നാ പറയുന്നത്. അപ്പം വചനം നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ നമുക്കിപ്പോൾ വചനമുണ്ട്, നമ്മൾ എഴുതപ്പെട്ട വചനമുണ്ട്. അവർക്കൊന്ന് എഴുതപ്പെട്ട വചനമില്ലായിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും ആ സ്ഥലങ്ങളിലൊക്കെയും പോയി സഹോദരന്മാരെ ഉറപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനം ജനങ്ങളോട്, രക്ഷിക്കപ്പെട്ടവരോട് വീണ്ടും ക്രിസ്തുവിന്റെ വചനം ഉറപ്പിക്കുക, അവർ പറയുക, അവരെ വചനത്തിൽ ഉറപ്പിക്കുക. അതായിരുന്നു കാരണം അന്നത്തെ കാലത്തും വ്യാജ സുവിശേഷകന്മാരും കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നപ്പോൾ ഏതു വിധേനയും മനുഷ്യരെ തെറ്റിച്ചു കളയുവാൻ എപ്പോഴും സദാ ജാഗരൂകരായിരുന്നപ്പോൾ അവരുടെ ഇടയിൽ തനിക്ക് വേണ്ടി ഒരു മണവാട്ടി സഭയെ ഒരുക്കാനാണ് ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ച് അവർ വചനത്തെ ഉറപ്പിച്ചു പോന്നു, അവരെ ഉപദേശിച്ചു പോന്നു. ഇനി 3-ാമത്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക എന്നുള്ളത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയായിരുന്നു, അവരുടെ ബേസിക് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 2 കൊരിന്ത്യർ 12:12 പറഞ്ഞതുപോലെ ആദ്യം അവർക്ക് വചനങ്ങളൊന്നും ഇല്ലായിരുന്ന സമയത്തെ അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവരോട് പറയുകയും, നമുക്കറിയാം സഭയിൽ ആദ്യം കുറച്ചു പേർ സഭയിലേക്ക് വന്നെങ്കിലും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണുന്ന ആ മുടന്തനായ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ആ ദേവാലയ ശലോമോന്റെ ആ
ദേവ് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആ മുടന്തനിൽ നിന്ന് ആ മനുഷ്യൻ രക്ഷ പ്രാപിച്ചപ്പോൾ അനേക ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഇടയായി തീർന്നു. ഇപ്പോഴും കർത്താവിന്റെ വചനം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങൾ, വചനമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയും കർത്താവ് വചനത്തെ ഉറപ്പിച്ചു പോകുന്നത് നല്ല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലുമാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ള കഴിവുണ്ടായിരുന്നു, അവയാൽ ദൈവം വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. 2 കൊരിന്ത്യർ 12:12. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുമെന്നുവല്ലോ. അപ്പൊ കർത്താവായ യേശുക്രിസ്തു വചനത്തെ ഉറപ്പിക്കുന്നത് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വചനങ്ങൾ ഉറപ്പിച്ചു. ഇവിടെ പുതിയ നിയമ അപ്പോസ്തോലൻ എന്ന് പറയുമ്പോൾ പൗലോസും പത്രോസും യേശുവിന്റെ മറ്റ് അപ്പോസ്തോലൻ മാത്രം അല്ല, വേറെയും അപ്പോസ്തോലന്മാർ ഇന്ന് പേർപെട്ടവർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 14:14 ബർന്നബാസിനെ അപ്പോസ്തോലൻ എന്ന പേര് എഴുതിയിച്ചിട്ടുണ്ട്. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14:14. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട്. അപ്പം ബർന്നബാസിനെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വേറെ അപ്പോസ്തോലന്മാരുണ്ട്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് 16:7 എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ അന്തോനിക്കോസും യൂനിയാവും അവർ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ട്, അവരും അപ്പോസ്തൽസ് ആയിരുന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡയറക്റ്റ് കമ്മീഷൻ അല്ലാതെയും അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ അവർ പുതിയ നിയമ പ്രവാചകന്മാരോട് കൂടെ സഭയ്ക്ക് അടിസ്ഥാനമിടുകയായിരുന്നു അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് പ്രവാചകന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ സഭയോട് അറിയിക്കുന്നവർ. പ്രവാചകന്മാർ എന്ന് പറയുന്നത് ലോക്കലായിട്ട് ശുശ്രൂഷ, ലോക്കൽ കോൺഗ്രിഗേഷന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ. ഇവിടെ അപ്പോസ്തലന്മാരെ പല സ്ഥലങ്ങളിലേക്ക് അയച്ച് സഭ സ്ഥാപിച്ചു കൊണ്ടിരുന്നു. അപ്പം ദൈവത്തിന്റെ അരുളപ്പാടിൽ ഇവരും നേരിട്ട് പ്രാപിച്ച് സഭയ്ക്ക് ആ അറിവ് പകർന്നു കൊടുത്തു. അവര് പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചത് ദൈവത്തിന്റെ വചനമായിരുന്നു. നമുക്കറിയാം എല്ലാ വിശ്വാസികൾക്കും പ്രവചനവരം കൊടുത്തിരുന്നില്ല. സ്പെഷ്യൽ ആൾക്കാർക്ക് മാത്രമേ, ചിലർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അത് ആ ശുശ്രൂഷ, അവരുടെ ശുശ്രൂഷ പ്രധാനമായും ലോക്കൽ കോൺഗ്രിഗേഷൻ, തദ്ദേശികമായ സഭയിലായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു പ്രവാചകന്മാരെ നിയമിച്ചത്? സഭയുടെ ആത്മീക വർധനയ്ക്കും അവരുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനുമായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കള്ള പ്രവാചകന്മാരും കള്ള സുവിശേഷന്മാരും ഒക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ സത്യമെന്ന് അവരെ പഠിപ്പിക്കുക, അവരെ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക, അതായിരുന്നു പ്രവാചകന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞിരുന്നത്. 1 കൊരിന്ത്യർ 14:3 പെട്ടെന്ന് വായിച്ചു പോകാം. നമുക്കിതിവിടെ ഈ 2-3 കാര്യങ്ങളുടെ പറഞ്ഞു പോകണം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കാം. നമുക്കത് തീർക്കണം. 1 കൊരിന്ത്യർ 14:3 പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പം മനുഷ്യരോട് സംസാരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാ? ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. കർത്താവിന്റെ വചനം മനുഷ്യരിലേക്ക് ഭാവി കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 21:10-12 വരെ അഗബോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രവാചകനായിരുന്നു. പൗലോസിന് വായിക്കുന്നില്ല. പൗലോസിന് യെരുശലേമിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. കർത്താവിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കുന്നു. പക്ഷെ വചനത്തിന് വിരോധമായി ഒന്നുമില്ല. പക്ഷെ കഷ്ടങ്ങൾ വരുവാനുള്ള കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ പ്രവാചകന്മാർ എങ്ങനെയാ പ്രവചിക്കുന്നത്? ഇവിടുത്തെ പ്രവാചകങ്ങൾ പറഞ്ഞ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അവരെ ശരിയായത് പഠിപ്പിക്കും. ഇപ്പോഴത്തെ പ്രവാചകന്മാർ പ്രവചിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന, അത് കള്ളപ്രവാചകന്. അങ്ങനെ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നവരെല്ലാവരും കള്ളപ്രവാചകന്മാരാ. അപ്പം ശരിയായ പ്രവാചകൻ എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് ദൈവവചനത്തിൽ നമ്മെ വളരുവാൻ അനുവദിക്കുന്നതാണ്. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ സഭയെ സജ്ജരാക്കുക, സത്യവചനത്തെ വളച്ചൊടിക്കുന്നവരെ മനസ്സിലാക്കുവാൻ, അങ്ങനെയുള്ള കള്ള ഉപദേഷ്ടാക്കന്മാരെ ഒഴിഞ്ഞിരിപ്പാൻ സഭയെ പ്രാപ്തരാക്കുക, ദൈവവചനത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെയും ശുശ്രൂഷ എന്ന് പറയുന്നത്. അവര് പ്രവചിച്ചിരുന്നതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോഴത്തെ പ്രവാചകന്മാര് നിങ്ങളെ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് അയക്കും, അവിടെ പോകും, ഇവിടെ പോകും, 5 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കും. 5 വർഷം കഴിഞ്ഞ് ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലും
നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പം കർത്താവ് വരത്തില്ലെന്നായിരിക്കും അവർ പറയുന്നത്, 5 വർഷത്തേക്ക് ഇനി കർത്താവ് വരത്തില്ലെന്ന്. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശരിയായ പ്രവചനം എന്ന് പറയുന്നത്. സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി സഭയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക, അവരെ നല്ല വചനം പഠിപ്പിച്ച് കർത്താവിങ്കിലേക്ക് നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ സഭയുടെ ആത്മീയ വർധനയായിരുന്നു. ഇനി ഉപദേഷ്ടാക്കന്മാർ, 2-3 മിനിറ്റും കൊണ്ട് പറഞ്ഞു തീർക്കാം. ഉപദേഷ്ടാക്കന്മാർ, ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, രക്ഷയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവർ. അപ്പൊ പ്രത്യേകിച്ച് അവിശ്വാസികളോട് സുവിശേഷം പറയുക, ആ നഷ്ടപ്പെടുന്ന പാപിയെ ക്രിസ്തുവിന് വേണ്ടി നേടുക. ആ സുവിശേഷകന്മാർ പ്രാദേശിക സഭകളാൽ പ്രാദേശിക സഭകളാൽ മറ്റുള്ളിടത്തേക്ക് അയക്കപ്പെട്ടവരായിരുന്നു സുവിശേഷകന്മാരെന്ന് പറയുന്നത്. നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്ന ഫിലിപ്പോസ്, സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന് പറയുന്നുണ്ടല്ലേ. ആ ഫിലിപ്പോസിനെ പോലെയുള്ളവർ അങ്ങനെ ലോകത്തോട് പാപത്തിന്റെ വചനങ്ങളെ കുറിച്ച് പറയുകയും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും അവരെ ആ ലോക്കൽ സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഇവാഞ്ചലിസ്റ്റിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം പാപികൾക്ക് സുവിശേഷം പറഞ്ഞു കൊടുക്കുക, അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക, അവരെ ഒരു സഭയിലേക്ക് കൊണ്ടുവരിക. അപ്പം ആ ഒരു സഭയിൽ നിന്ന് പുറപ്പെട്ട് വെളിയിലേക്ക് പോയി ആൾക്കാരെ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ചും ഒക്കെ ന്യായവിധിയെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നേടുകയും തിരിച്ചവരെ ഒരു സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. അപ്പം ആ ലോക്കൽ ആയിട്ടുള്ള സഭയിൽ നിന്ന് അയക്കപ്പെട്ടവരും ആ ലോക്കലായിട്ട് സഭകളാൽ അവരെ എന്ത് പറയുന്നത്, അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ലോക്കൽ സഭയാണ് സുവിശേഷകരെ അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി നാലാമത്തെ, ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും. ഞാൻ മൂന്നാമത്തെ ഉപദേഷ്ടാക്കന്മാരെന്നാ പറഞ്ഞ, അല്ല, സുവിശേഷകരെ. നാലാമത്തെ ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ പ്രധാനമായ ജോലി ക്രിസ്തുവിന്റെ ആടുകൾക്ക് ഇടയ ശുശ്രൂഷ ചെയ്യുക. ലോക്കൽ പാസ്റ്റേഴ്സ് ആൻഡ് പ്രീസ്റ്റ് ആൻഡ് ബിഷപ്സ് എന്നൊക്കെ പറയാം. അപ്പൊ സഭയിലുള്ള ശുശ്രൂഷയാണ് ഇവരുടെ. അപ്പം ഈ സുവിശേഷന്മാർ പോയി സഭയിലേക്ക് ആടുകളെ കൊണ്ടുവരികയും അവരെ വചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇടയന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ജോലി എന്ന് പറയുന്നത്. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെപ്പേർഡ്സ്. പാസ്റ്റേഴ്സിന്റെ അർത്ഥം തന്നെ ഷെപ്പേർഡ്സ്. ബിഷപ്പ്, ഓവർസിയർ എന്നും ചില പേരുകൾ ഉണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഇടയ ശുശ്രൂഷ എന്നത് പറയുന്ന ഒരു ദാനമാണ്. ഒരു ഇടയന്റെ ഹൃദയം അവർക്കുണ്ടായിരിക്കണം. ആടുകളെ പരിപാലിക്കണം, ശിക്ഷിക്കണം, വളർത്തണം. അതുപോലെ തന്നെ ഇടയന്മാർ ശുശ്രൂഷകന്മാരുമായിരിക്കണം. വെറുതെ വചനം പഠിപ്പിക്കുകയല്ല, അവരെ നേടോടെ നടത്തണം. ഒരു ആടുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം കൊടുക്കണം, ആശ്വാസം കൊടുക്കണം, അവർക്ക് രക്ഷയുടെ അവർക്ക് വചനത്തിൽ ഉറപ്പിച്ച് അവരെ നിർത്തണം. അതുപോലെ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവര് ഉത്സുകരായിരിക്കണം. വാക്യം വായിച്ചു പോകാൻ വായിക്കുന്നില്ല. 1 തീമോഥെയോസ് 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ എന്നാ പറയുന്നത്. അപ്പൊ അവര് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരായിരിക്കണം. അപ്പം വെറുതെ ഉപദേഷ്ടാക്കന്മാരായിട്ട് അവരെ ആക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. അവര് വചനം നല്ലവണ്ണം പഠിച്ച് അവരെ വചനത്തിൽ ഉറപ്പിക്കുക, നല്ലവണ്ണം മനനം ചെയ്യണം. ആഴത്തിൽ കുളിച്ച് ഖനിയിൽ മനനം ചെയ്യുന്നത് പോലെ അവിടുന്ന് ഇവിടുന്ന് ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന്, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് വചനം പഠിപ്പിക്കുകയല്ല, സ്ഥിരമായിട്ട് വചനം പഠിപ്പിച്ച് അവർക്ക് ആത്മീക വർധന പ്രാപിക്കണം. അപ്പൊ ഇവരെ എല്ലാവരെയും ദൈവം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെ എല്ലാം കർത്താവ് നിയമിച്ചിരിക്കുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സഭയിലെ എൽഡേഴ്സ് എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നമുക്കറിയാം, ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാം. നമുക്കറിയാം സ്പിരിച്വൽ ഗിഫ്റ്റ്സും ഉണ്ട്, നാച്ചുറൽ ഗിഫ്റ്റ്സും ഉണ്ട്. അത് മനസ്സിലാക്കണം. കാരണം സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമല്ല. ചിലവർക്ക് സൃഷ്ടിപരമായി ദൈവം കുറെ കാര്യങ്ങൾ കൊടുത്തു. പ്രസംഗിക്കാനുള്ള കഴിവുള്ളവരുണ്ട്, പാട്ട് പാടുവാനുള്ള, സ്വത്തവേ ചെയ്യുവാനുള്ള കഴിവുണ്ട്. അതൊരു സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയുള്ള കഴിവുള്ളവര് രക്ഷിക്കപ്പെടാത്ത ഒറ്റ മനുഷ്യരെയും ഈ പ്രവാചകന്മാരോ ശുശ്രൂഷകന്മാരോ ഇടയന്മാരോ സഭയുടെ നേതാക്കളോ ആകുവാനായിട്ട് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ആ സൃഷ്ടിപരമായ രീതിയിൽ അല്ലെങ്കിൽ ജനുവിനായിട്ട് നമുക്ക് കഴിവുകളൊക്കെ ഉണ്ടല്ലോ, ആ കഴിവുകൾ ഉള്ളവരെ അങ്ങനെ അവർ രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ഈ സഭയുടെ ശുശ്രൂഷകന്മാരാക്കുവാനൊന്നും അവർക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അവരെ പരിശുദ്ധാത്മാവിനാൽ
ഉപദേശങ്ങൾ ഈ ശുശ്രൂഷന്മാരെയൊക്കെ നിയമിച്ച് അവർ പരിശുദ്ധാത്മാവിനാൽ അമാനുഷിക സംഗതികളെ ചെയ്യുക എന്ന്. സഭയെ ഭരിക്കുക എന്നൊക്കെ പറയുന്ന വെറുതെ വെറുതെ കിട്ടുന്ന ഒരു ജോലിയൊന്നുമല്ല. അത് നല്ലോണം കഷ്ടപ്പാടാണ്. അത് അങ്ങനെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെ ചെയ്യുന്നിടത്ത് വചനം വർദ്ധിക്കുകയും ചെയ്യും, സഭ ആത്മീകമായി വളരുകയും. ചില ശുശ്രൂഷന്മാർ പോയെടുത്ത് സഭ തളരുകയും ഭിന്നിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയല്ല, സഭയെ ആത്മീകമായി വളർത്തുകയും അവർ ആത്മീകമായി വളരുകയും അവർ സംഖ്യാബലത്തിൽ വളരുകയും ചെയ്യും. ദൈവത്തിന്റെ ദാനമാണ്. ചിലർക്ക് നമുക്കറിയാം, ചിലർക്ക് അമാനുഷികമായ നേതൃത്വ പാഠങ്ങളാണ് ദൈവം കൊടുത്തത്. നമുക്കറിയാം ചിലവരെയൊക്കെ, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ആ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഞാൻ നിർത്തുകയാണ്. സഭയിൽ ഈ ആത്മീക ദാനങ്ങളെയൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ സഭയുടെ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ആത്മീക വർധനയ്ക്കാണ്. നമ്മെയും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഓരോ ശുശ്രൂഷകളും നമ്മെയും ഏൽപ്പിച്ച് അത് സഭയുടെ ആത്മീക വർധനയ്ക്കാണ്, ഒഴിവിലുള്ള ആത്മീയ വർധനയ്ക്കാണ്. നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുകയല്ല, ഞാൻ പഠിച്ചത് എൻ്റെ ഹൃദയത്തിൽ മാത്രം ഇരിക്കുക. നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. മറ്റുള്ളവർക്കും നമുക്ക് ലഭിച്ച അറിവിനെ പറഞ്ഞു കൊടുക്കുക, അന്യോന്യം പ്രബോധിപ്പിക്കുക. കൊരിന്ത്യരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായിത്തീരണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരും ആയിത്തീരണം. അതിനാണ് ദൈവം നമ്മെ വചനങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം പഠിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.